നമസ്കാരം. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോ സുരുചി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 23-ാം തീയതിയാണ് രാഹു കേതു മാറിയത്. അതിനു മുമ്പ് തന്നെ ഒരു മാസം മുമ്പേ പല ആളുകളും രാഹു കേതു മാറ്റത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അത് കുറച്ച് ലേറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാ പ്രവചനങ്ങളും ഒന്ന് കേട്ടു നോക്കണം. അപ്പോൾ ഈ രാഹുകേതുക്കളെ കുറിച്ച് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ആ ഒരു പ്രവചനങ്ങളിലൊന്നും യഥാർത്ഥ രാഹുകേതുക്കളുടെ ഉദ്ദേശമോ അല്ലെങ്കിൽ അതെന്താണെന്നോ അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എഫക്റ്റുകളെക്കുറിച്ചോ ശരിക്കും അറിയാതെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ചില ആളുകൾ രാഹു ഹേതു എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രഹങ്ങളാണ്, ഈ ഗ്രഹങ്ങളുടെ ഗോചരം കൊണ്ട് അതിൽ മാറ്റം ഉണ്ടാകുന്നു. ഈ ഗ്രഹങ്ങൾ എന്നുള്ളൊരു സങ്കല്പം തന്നെ നമ്മുടെ മനുഷ്യരിൽ എല്ലാവരും ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ രാഹു കേതുക്കൾ ഗ്രഹങ്ങളെ അല്ല. നമ്മുടെ എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും 7 ഗ്രഹങ്ങളെക്കുറിച്ചും പിന്നെ നിഴൽ ഗ്രഹങ്ങൾ പോലെയുള്ള രണ്ട് ഗ്രഹങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഹു കേതുക്കൾ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ രാഹുവും കേതുവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളെ ഈ കാലത്ത് ഏതൊക്കെ കാലങ്ങളിൽ അനുഭവിക്കും, അതിന് ഏതൊക്കെ തരത്തിലുള്ള ഉപാധികളിലൂടെ അത് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു സംഭവമാണ് ഇത് മനസ്സിലാക്കേണ്ടത്. രാഹു എന്ന് പറയുന്നത് ഒരു സർപ്പമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഡ്രാഗൺസ് ഹെഡ് എന്നും ഡ്രാഗൺ സ്റ്റൈൽ എന്നും ആണ് പറയാറ്. ഇത് നമ്മുടെ നവഗ്രഹങ്ങളിൽ നമുക്കറിയാം, സൂര്യനെ എല്ലാ ഗ്രഹങ്ങളും ചുറ്റുകയാണ്. അതുപോലെ രാഹുകേതുക്കളും ചുറ്റുന്ന ഒരു ഗ്രഹങ്ങളെന്നാണ് പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നതും. അതനുസരിച്ചാണ് പ്രവചനങ്ങൾ പറയുന്ന പല ആളുകളുടെയും പ്രവചനം കേട്ടാൽ അത് ചിരി വരും നമുക്ക്. കാരണം ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അങ്ങ് പ്രവചനങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ്. നമ്മുടെ 3 തരം കർമ്മങ്ങൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഫലങ്ങൾ തരാനായിട്ട് 18 മാസം, അതാണ് ഈ രാഹുകേതുക്കൾ ഒരു 30 ഡിഗ്രി മാറാൻ 18 മാസം ഒരേ രാശിയിൽ അല്ലെങ്കിൽ ഒരേ ആംഗിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായിരുന്നുള്ള 3 തരം കർമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുത്താനായിട്ട് നമ്മൾ എന്നും കഷ്ടം അനുഭവിക്കില്ല, എന്നും സുഖം അനുഭവിക്കാറില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ ജന്മങ്ങളിലും ഓരോരോ ചെയ്ത കർമ്മങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളെ തരാനാണ് ഈ രാഹുവിൻ്റെ ഒരു ഉദ്ദേശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോ രാശികളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജന്മലഗ്നത്തിൻ്റെയോ ജനിച്ച ജന്മലഗ്നത്തിൻ്റെയോ ജന്മരാശിയുടെയോ ഏത് ഭാവങ്ങളിലേക്കാണ് അത് ഈ സംക്രമിക്കുന്നു അല്ലെങ്കിൽ മാറി വരുന്നു, അതനുസരിച്ച് ആ കാലങ്ങളിൽ നമ്മുടെ പാവപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കും, പുണ്യങ്ങളുടെയും ഫലം അനുഭവിക്കും. കാരണം കേതു നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെയും അല്ലെങ്കിൽ ഈശ്വരാരാധനകളുടെയും നമ്മുടെ പിതൃക്കളുടെയും അനുഭവങ്ങളെ തരാം. അവർ ചെയ്ത പാവങ്ങളും ഉണ്ടല്ലോ, 3 തരം. അത് കുറച്ച് കഴിഞ്ഞാൽ വിശദീകരിക്കുന്നുണ്ട്. ഈ പാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടെ കാണിച്ചു തരുന്ന ആധ്യാത്മികമായ ഒരു മാർഗം കൂടെയാണ് ഈ കേതു. രാഹു അതുപോലെ തന്നെയാണെങ്കിലും ഈ ആത്മീയമായിട്ടുള്ള പല മാറ്റങ്ങളിലേക്കും നമ്മളെ നയിക്കുവാൻ സാധിക്കും. പല ഭാവങ്ങളിൽ, അത് ഇനി ഞാൻ പറയുകയാണ്, പല ഭാവങ്ങളിൽ ഈ രാഹു ചെല്ലുമ്പോഴാണ് നമുക്ക് ക്രൂരത തോന്നുക, ചില സമയത്ത് അക്രമവാസന കൂട്ടുക, ചില സമയത്ത് ജനങ്ങളോടെല്ലാം സഹായം മനസ്സിൽ, അതുപോലെ ഈ ചാരിറ്റബിൾ മൈൻഡ് വന്നിട്ട് ലോക രക്ഷയ്ക്കായിട്ട് തിരിഞ്ഞിറങ്ങുന്നവർ, എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഇപ്പോൾ അറിയാം. നമുക്കറിയാം വലിയ വലിയ മഹാന്മാർ, ഇപ്പോൾ ഗാന്ധിജി, ജീസസ് ക്രൈസ്റ്റ്, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസർ, നമ്മുടെ നാരായണ ഗുരുദേവൻ, ഇവരൊക്കെ നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തിട്ടും കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ഏറ്റവും കഷ്ടപ്പെട്ടാണ് അവരെല്ലാം അവരുടെ അന്ത്യകാലം. അപ്പോൾ എന്ന് ചോദിച്ചില്ലേ, ഈ ജന്മത്തിൽ എന്ത് പുണ്യമൊക്കെ ചെയ്തിട്ട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് ഇത് സംഭവിച്ചു? തീർച്ചയായിട്ടും അവർ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷമല്ല അവരനുഭവിച്ചത്. അവർക്ക് അവരുടെ പഴയ കർമ്മത്തിൽ ചെയ്തിട്ടുള്ള ദോഷം കൊണ്ടാണ് ഈ നന്മകൾ ചെയ്യുന്നവർ. പല ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളും വളരെയധികം സുഖമായിട്ടും സമ്പത്തും ധനവും എല്ലാ തരത്തിലും ഭാഗ്യാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ പറയാറില്ല, അയാൾ ഇത്രയും ദുഷ്ടനായിട്ട് ഇങ്ങനെയാണോ ദൈവം കൊടുക്കുന്നത്? ആക്ച്വലി അയാൾ നമുക്കെല്ലാം തന്നെ ഇന്ന് കിട്ടുന്ന അനുഭവങ്ങളുടെ ഫലം ഇന്ന് ചെയ്ത കർമ്മത്തിൻ്റെ അല്ല, അത് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയും. അത് വിശദീകരിക്കാം. അപ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം പിന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇത് സഞ്ചിതമായിട്ടുള്ള, അതായത് നേരത്തെ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാണ് ഈ മഹാന്മാർ പോലും ഇത്രയും കഷ്ടപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെയും ഇനി ചെയ്യാൻ പോകുന്ന മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സങ്കല്പങ്ങളിലെ ഗുണദോഷങ്ങളുടെയും ഫലം അനുഭവിക്കാനാണ് ഈ രാഹു കേതുക്കളുടെ മാറ്റം
കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹു കേതുക്കൾ മാറുന്നത് ഒരു പ്രത്യേക ആക്സിസിലാണ്. അതായത് 30 മുതൽ 60 ഡിഗ്രി വരെയുള്ള രാശിയിൽ പിന്നെ രാഹുവും നേരെ ഓപ്പോസിറ്റിൽ, അതായത് 210 മുതൽ 240 വരെ ഡിഗ്രിയിലുള്ള രാശിയിലേക്കുമാണ് ഇത് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു രാഹു കേതുക്കളുടെ ശരിയായത്. ഉച്ചരാശികൾ എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. അങ്ങനെ ഉച്ചരാശികളൊന്നും രാഹുവിനില്ല. പക്ഷേ ഇത് ശരിയായ ഒരു പൊസിഷനിൽ, ഒരു ലാറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു പൊസിഷനാണ്. പക്ഷേ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. മറ്റു രാശികളിൽ രാഹു പോകുമ്പോഴും മറ്റ് ഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ പല മാറ്റങ്ങളുണ്ടാവാം. പക്ഷേ ഇത് രാഹു കേതുക്കളുടെ ശരിയായ ഭ്രമണപഥത്തെ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കട്ട് ചെയ്യുന്ന നോഡുകളിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാൻ പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രാശികളുടെ ഫലം ഞാൻ പറയുന്നത് 2ാം ഭാഗത്തിലാണ്. ഇത് പൂർത്തിയാക്കിയതിന് ശേഷം തീർച്ചയായും നിങ്ങൾ 2ാം ഭാഗവും കാണണം. എന്നാൽ മാത്രമേ നമ്മുടെ രാശിയിലും നമ്മൾ ചെയ്ത് പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ. ഇത് സാധാരണ രാഹു കേതുക്കൾ മാറ്റം പറയുന്ന രീതിയല്ല, ശരിയായ ശാസ്ത്രീയ വശത്തിലാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ക്ഷമയോടെ അവരവരുടെ രാശികൾ ഇനി അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് വരുന്നത്. പലരും പറയും എനിക്ക് മറ്റൊരാൾ ക്ഷുദ്രം ചെയ്തിരിക്കുന്നു, ദോഷം ചെയ്തിരിക്കുന്നു, അസൂയക്കാർ. ഇതൊക്കെ വെറുതെയാണ്. നമുക്ക് ആ സമയങ്ങളിൽ അനുഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, നമുക്ക് ശത്രുവായിരിക്കുന്ന അയാൾ എന്തെങ്കിലും ചെയ്താണോ. ഇത് വെച്ചാണോ വാസ്തവത്തിൽ ഈ ജ്യോതിഷികളല്ല പല മന്ത്രവാദികളും ഒക്കെ വെച്ച് മുതലാക്കുന്നത്. കാരണം നമുക്കൊരു കഷ്ടം വരുമ്പോൾ പറയുന്നതൊക്കെ ചെയ്യാൻ പോകും. ആക്ച്വലി ആ ചെയ്യുന്നുണ്ടെന്നും അല്ല, നമ്മുടെ മനസ്സുകൊണ്ട് സറണ്ടർ ചെയ്യുന്ന അവസ്ഥയിൽ നിന്നുള്ള ആ പരിഹാരം നമുക്ക് കിട്ടും. അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരവരുടെ രാശികൾ, എല്ലാ രാശികളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എന്നാൽ അത് കുറച്ച് വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. മാന്യ പ്രേക്ഷകരെയും ഞാൻ ഈ ഒരു ഗ്രാഫിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, സൂര്യന് ചുറ്റും സപ്തഗ്രഹങ്ങളും ഇങ്ങനെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആദ്യം ഭൂമി, ഏറ്റവും അടുത്തുള്ള ഭൂമി, അത് കഴിഞ്ഞ് ബുധൻ, ചൊവ്വ, വ്യാഴൻ, ബുധൻ, ഇങ്ങനെ ശനി, ഏറ്റവും അകലെ പ്ലൂട്ടോയും നെപ്റ്റ്യൂണും, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ, ഈ സൂര്യനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ഭ്രമണപഥമുണ്ട്. ഇന്ന് നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് ഭൂമിയുടെ ഭ്രമണപഥത്തെ മാത്രം ഞാനൊരു റൗണ്ട് ഇട്ടിരിക്കുകയാണ്. ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്. അതായത് ഇത് വന്നിട്ട് നോർത്ത് ടു സൗത്ത് ഇങ്ങനെ ഇതിന് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതൊരു പ്ലെയിൻ, ഈ ആദ്യം പച്ച നിറത്തിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർബിറ്റിനെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റിനെയാണ് ഈ ബ്ലൂ ഷെയ്ഡ് കൊണ്ട് വരച്ചിരിക്കുന്നത്. ഈ ബ്ലൂ ഷെയ്ഡും ഈ വരുന്ന, അതായത് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭ്രമണപഥം വന്ന് ടച്ച് ചെയ്യുന്ന നോർത്ത് സൈഡിലുള്ള ഒരു പോയിന്റാണ് രാഹു എന്ന് പറയുന്നത്. അതിങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും ആ ഭൂമിയുടെ ഭ്രമണപഥത്തെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് രാഹു, ഈ മുകളിലെത്തത് കേതുവാണ്. അപ്പം താഴെ നിന്ന് ചുറ്റി മുകളിലേക്ക് വരുന്ന എൻഡിൽ ഇതിനെ നോഡ് എന്നാണ് പറയുക. ഈ സൗത്ത് നോഡ് രാഹുവും നോർത്ത് നോഡ് കേതുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ രാഹു കേതുക്കൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മുടെ രാശിചക്രത്തിൽ വരും എന്ന് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു സ്ക്വയറായിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ വൃത്തമായിട്ട് വരയ്ക്കുന്ന രാശിചക്രത്തിൽ 360 ഡിഗ്രി വരുന്ന ഭാഗത്ത് നിന്ന് 30 ഡിഗ്രി വീതമാണ് നമ്മളിതിനെ ഭാഗിച്ചിരിക്കുന്നത്. ആ 30 ഡിഗ്രിയിലേക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തൂടെ ആയിരിക്കും ഈ ചന്ദ്രന്റെ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വരുന്നത്. അത് തട്ടുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ആ രാശികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വൃഷഭ രാശി, അതായത് ടോറസിലും പിന്നെ വൃശ്ചിക രാശിയിലുമാണ്, സ്കോർപ്പിയനിൽ കൂടെയാണ് ഈ ഒരു ഭ്രമണപഥം കട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മളിപ്പോൾ രാഹു കേതുക്കൾ. അത് നേരത്തെ ധനുരാശിയിലും മിഥുന രാശിയിലും കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 30 ഡിഗ്രി മാറിപ്പോൾ 1.5 വർഷം കൊണ്ടാണ് 30 ഡിഗ്രി ഇവിടെ നിന്ന് ഇത് മാറി ഈ ഡിഗ്രിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സഞ്ചാരപഥം, ചന്ദ്രന്റെ സഞ്ചാരപഥം ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ കട്ട് ചെയ്യുന്ന നോഡുകളെയാണ് രാഹു കേതുക്കൾ എന്ന് പറയുന്നത്. ഇനി ഈ രാഹു കേതുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മളെല്ലാം രാഹു ദോഷത്തിന് സർപ്പത്തെയാണ് പൂജിക്കുന്നത്.
സർപ്പാരാധന നടത്തിയാണ് രാഹുവിന്റെ ദോഷം മാറ്റുന്നത്. കേതുവിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളും ഗണപതി പൂജകളും അതിൻ്റെതായ പൂജകളും ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തലയാണ് രാഹു, വാലാണ് കേതു. അപ്പൊ എപ്പോഴും നമ്മൾ ഈ രാഹുവിന്റെ ഒരു സിമ്പിൾ എന്താണ്? സർപ്പത്തിന്റെ സിമ്പിൾ. നമ്മൾ രാഹുവിന്റെ ഇംഗ്ലീഷിലെ നമ്മുടെ സൈനിന്റെ സിമ്പിൾ, രാഹുവിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ പരിഷ്കരിച്ചാൽ ഈ രാഹുവിന്റെ സിമ്പിൾ ഒരു സർപ്പത്തിന്റെ തലയായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോഴെന്ത് പറ്റും? ഇതിനകത്ത് ഈ സാധനം ഇങ്ങനെ സർപ്പത്തിന്റെ രീതിയിൽ നിൽക്കും. ഇതാണ് സർപ്പത്തിന്റെ സിമ്പലായിട്ട് രാഹുവിന് കൊടുക്കാൻ കാരണം. അതിനെയാണ് സർപ്പം എന്ന് നമ്മൾ സങ്കല്പിക്കാൻ കാരണം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ, ഇത് രാഹുവിനെ ഒരു കാരണവശാൽ സ്നേക്കായിട്ട് സങ്കല്പിക്കുമ്പോൾ ഈ രൂപത്തിൽ സങ്കല്പിക്കാം. രണ്ടാമത്തത് നമ്മൾ നമ്മുടെ ഡി എൻ എ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി രാഹു എന്ന് പറയുന്നത് പാരന്റലായിട്ടുള്ള പിതൃഭാഗത്തിലുള്ള പൂർവ്വജന്മങ്ങളിലെ ഗുണദോഷങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ നമ്മുടെ സ്വഭാവങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഡി എൻ എയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇത് നമ്മുടെ നമ്മുടെ ഇത് പറയുമ്പോൾ സ്പേമായിട്ടാണ് കണക്കാക്കാറ്. അതാണ് രാഹു കേതുക്കളെ നമ്മൾ സെക്സുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. കാരണം നമ്മൾ റീജനറേഷൻ, ഇപ്പൊ രാഹുദോഷം കൊണ്ട് കുട്ടി ജനിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് കാരണം ഈ പറയുന്ന രാഹു കേതുക്കൾ പൂർവ്വപുണ്യം, നേരത്തെ പറഞ്ഞു പൂർവ്വപുണ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് സന്താന ജനനം ഉണ്ടാകാത്തതെന്ന്. കാരണം ഈ രാഹു കേതുക്കൾ അതിന് കർമ്മദോഷ ഫലമായിട്ട് ഈ ജീവിതത്തിൽ കൊടുക്കും. അത് അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടാമത്തെ ഒരു ഭാഗം ഡി എൻ എ ആണ്. ഈ ഡി എൻ എയുടെ സിസ്റ്റം തന്നെ നമ്മൾ ഒരു സൈക്കിൾ ഇങ്ങനെയും പിന്നെ ഒരു സൈക്കിള് ഇങ്ങനെയുമാണ്. ഇതും സ്നേഹിക്കാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആദ്യകാലത്ത് തന്നെ നമ്മുടെ മെഡിക്കൽ രംഗത്തിന്റെ ആ ഒരു സിമ്പലിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട്. രണ്ട് സർപ്പം ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ സിമ്പൽ തന്നെ. ഇവിടെയും തത്വം എന്ന് പറയുന്നത് ഈ രാഹു കേതുക്കൾ എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന സങ്കല്പം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് മൂന്നാമത്തെ ഒരു വെർഷനാണ് കുണ്ടലിനി ശക്തി എന്ന് നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന സഹസ്രാര ചക്രം എന്ന് പറയുന്ന നമ്മുടെ ശിരസും, അത് ഫസ്റ്റ് ചക്ര. അതിപ്പോൾ യോഗ വിദ്യയൊക്കെ പഠിക്കുന്നവർക്ക് പ്രത്യേകം മനസ്സിലാകും. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധിയാജ്ഞ, സഹസ്രാരം എന്ന് പറയുന്ന 7 ചക്രകളും ഈ ഒരു സിസ്റ്റത്തിലാണ് വരുന്നത്. അത് ഫസ്റ്റ് ഡാറ്റ ആയിട്ടും ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, എക്സലൻസി, എൻലൈറ്റ്മെന്റ് ആൻഡ് ട്രൂത്ത്, പ്യുവർ നോളജ് എന്ന് പറയുന്നതാണ് നമ്മുടെ. അപ്പൊ പൂർണ്ണ ജ്ഞാനത്തിന്റെ അധികാരി ആരാണ്? ഈ രാഹു എന്ന് പറയുന്നത് ഒരു സർവമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ടച്ച് ചെയ്യുന്ന ഭാഗം ഏത് ഡിഗ്രിയിലാണോ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചുതരാം, ഏത് ഡിഗ്രിയിലാണോ വരുന്നത് അവിടെ നമ്മുടെ ചന്ദ്രൻ, അത് നമ്മുടെ മനസ്സാണ്. ഇവിടെ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഈ 3 എണ്ണത്തിനെയും നമ്മുടെ ആധ്യാത്മിക ചിന്തയിൽ ചിന്തിക്കുന്നത് സൂര്യൻ ആത്മാവ്, സോൾ, എർത്ത് ബോഡി, ചന്ദ്രൻ മൈൻഡ്. അങ്ങനെയാണ് ചന്ദ്രൻ നമ്മുടെ ജാതകത്തിലും എല്ലാവർക്കും അറിയാം. 4ാം ഭാവത്തിലോ അല്ലെങ്കിൽ ചന്ദ്രന്റെ സ്ഥിതിയും ചന്ദ്രന്റെ കാര്യങ്ങളും എല്ലാം പറയുന്നത് മനസ്സിനെ അധികരിച്ചിട്ടാണ്. നമ്മുടെ അത് 2 തരത്തിലാണ്, ഒന്ന് മെമ്മറി ആയിട്ടും ഒന്ന് ഇമോഷൻസ് ആയിട്ടും. അങ്ങനെ 2 തരത്തിലുള്ള മാനസിക ഭാവങ്ങളെ ഈ ചന്ദ്രൻ സൂചിപ്പിക്കും. നമുക്കറിയാം ചന്ദ്രന്റെ ഓരോ കറുത്ത ഭാവം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിലെല്ലാം നമ്മുടെ മനസ്സ് കൂടുതൽ ചഞ്ചലമാകുന്നതും മാനസിക രോഗമുള്ളവർക്കെല്ലാം ചഞ്ചലമാകുന്ന അറിയാം. വളരെയധികം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കും. നമ്മുടെ മൂഡ്, ആറ്റിറ്റ്യൂഡ്, ഇതിനെല്ലാം സ്വാധീനിക്കാൻ ഈ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുള്ള മാറ്റം കൊണ്ടും ഓരോ ദിവസത്തെ ചന്ദ്രനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൊണ്ടും നമുക്ക് അനുഭവപ്പെടും. കറുത്ത ഭാവിന്റെ അന്ന് ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മാനസിക മൂഡ് ഔട്ട് ആക്കും. നമ്മൾ പൂർണ്ണചന്ദ്രന് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു കറുത്ത ഭാവം കഴിഞ്ഞാൽ പിന്നെയുള്ള 15 ദിവസം നമ്മൾ ഹാപ്പിയാണ്. കാരണം ഈ ബേസിക് എനർജി ഓരോ ദിവസമായിട്ട് 15 തിഥികളിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശിരസിൽ എത്തുകയും അടുത്ത 15 ദിവസം കറുത്ത ഭാവത്തെ ദിവസം ഇത് താഴേക്ക് പോയി ഉറങ്ങുകയും ചെയ്യും. ഇത് ഉറങ്ങിക്കിടക്കുന്ന സർപ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയും. അതിന് തട്ടി ഉണർത്തി, അത് യോഗവിദ്യയിൽ പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ശക്തിയെ നമ്മൾ ഉണർത്തിയെടുക്കാൻ യോഗവിദ്യ കൊണ്ട് പറ്റും. സാധാരണ മനുഷ്യൻ അസാധാരണ മനുഷ്യനായിട്ട് പോകും. ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് എത്താൻ നമ്മൾ ഈ വേദവിദ്യ കൊണ്ട് സാധിക്കും. അതൊക്കെ കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ സർപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ലിബിഡോ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അതും സെക്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇപ്പൊ ജാതകത്തിൽ രാഹുവിന്റെ സ്ഥാനം കൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പല സംഗതികളും സാധിക്കും. നമ്മളിൽ തന്നെ സ്വയം ക്രിയേറ്റീവ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഫലം ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് നമുക്കുണ്ടാകും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഗ്രഹങ്ങളല്ല
ഈ രാഹു കേതുക്കൾ ഈ രണ്ട് പ്ലെയിനും സൂര്യൻ ഭൂമിയുടെ ഭ്രമണപഥത്തെ കട്ട് ചെയ്യുന്ന ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ പോയിന്റുകളാണ്, നോഡുകളാണ് രാഹു കേതുക്കളെന്ന് നമ്മൾ അസ്ട്രോണമിക്കലി മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചന്ദ്രൻ ദിവസവും സഞ്ചരിക്കുന്ന ഓരോ രാശികളിൽ കൂടെ പോകുമ്പോൾ രാഹുവുമായിട്ടും കേതുവുമായിട്ടുള്ള അകലം വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് ഡെയിലി പ്രഡിക്ഷൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന വെച്ചാൽ 1.5 വർഷം 18 മാസം കൊണ്ടാണ് ഈ രാഹു കേതുക്കള് ഒരു രാശി 30 ഡിഗ്രി മാറേണ്ടത്. വളരെ വലിയൊരു വ്യത്യാസം. പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറയുന്ന വെച്ചാൽ ഇടവരാശി രാഹുവിന് ഉച്ചരാശി, വൃശ്ചിക രാശി കേതുവിന് പവർഫുൾ രാശി എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഈ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്ലിപ്റ്റ്, ആ എക്ലിപ്റ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നോഡുകളിൽ വരുന്ന ഈ കറക്റ്റ് നോഡ് വരുന്ന ഭാഗമാണ് ഇപ്പൊ നമ്മുടെ ടോറസിലേക്കും വൃശ്ചികത്തിലേക്കും, അതായത് ഇടവത്തിലേക്കും വൃശ്ചികത്തിലേക്കും പാസ് ചെയ്യുന്ന ഈ 2 നോഡുകളാണ്. ഇത് നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഇത് രണ്ടും വന്ന് ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഇത് 1.5 വർഷം ഇവിടെ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. ഇനി എല്ലാ ഗ്രഹങ്ങളും നമ്മൾ ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നേരെ വിപരീതമായിട്ടാണ്, അതായത് നോർത്ത് ടു സൗത്തിലേക്കാണ് രാഹു കേതുക്കൾ. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ രാശികളിൽ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആളുകൾ. കാരണം ഇന്ന് കുറെ കൂടെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഏതെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം അതിന്റെ വസ്തുത എന്താണെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളതിന്റെ ഓരോ കാര്യം അത് എന്തുകൊണ്ട് സംഭവിച്ചു കൊച്ചുകുട്ടികൾ ചോദിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആ ജ്യോതിഷിയുടെ അടുത്തുനിന്ന് ആളുകൾ കേട്ടോണ്ട് പോകും കാര്യങ്ങൾ. ഇന്ന് ജ്യോതിഷി അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം വെളിവാക്കേണ്ട ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ രാഹു പൂജ ചെയ്തത് കൊണ്ടോ അതുപോലെ പല വഴിപാട് കൊണ്ടോ മാത്രമല്ല, യോഗവിദ്യ പഠിച്ച് യോഗാഭ്യാസത്തിലൂടെ സൂര്യ നമസ്കാരങ്ങളിലൂടെ മാത്രമേ ശാരീരികമായ മാറ്റം വരൂ. നേരത്തെ പറഞ്ഞു മനസ്സ് സൂര്യനാണെങ്കിൽ, മനസ്സല്ല ആത്മാവ് സൂര്യനാണെങ്കിൽ ഭൂമി നമ്മുടെ ബോഡിയാണ്, ചന്ദ്രൻ മനസ്സാണ്. ഇത് മൂന്നും ഒരു ശരിയായ രീതിയിൽ ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, അതായത് ഇമോഷണൽ ബോഡി, സ്പിരിച്വൽ ബോഡി ആൻഡ് സ്പിരിച്വൽ ബോഡി, ഇവ മൂന്നും ശരിയായാലേ നമ്മളെല്ലാം പെർഫെക്ഷൻ ആവുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അസുഖകാരനാവുന്നത്? ഫിസിക്കൽ ബോഡി അസുഖമാകുമ്പോഴാണ്. ആയുർവേദത്തിൽ പറയും ഫിസിക്കൽ ബോഡി ശരിയാവണമെങ്കിൽ ആത്മീയ ബോഡിയും പിന്നെ ഇമോഷണൽ ബോഡിയും ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത് പോലെയാണ്. അതൊക്കെ വേറെ വിഷയമാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും അസുഖം വന്നാൽ അതിൻ്റെ കാരണം മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് ആധീതമായിട്ടുള്ള അസുഖങ്ങളാണ് 99%. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ രാശികളുടെ ഫലം പറയും. അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ ഏതേത് ഭാവങ്ങളിൽ ഈ രാഹു കേതു വരുന്നു അതനുസരിച്ചുള്ള മാനസിക ഭാവങ്ങൾ ഉണ്ടാവുകയും ടെൻഷൻ ഉണ്ടാവുകയും ആദികൾ മൂലമുള്ള ബാധികൾ ഉണ്ടാവുകയും ചെയ്യും. വേറെ 1% മാത്രമേ നമുക്ക് അസുഖങ്ങൾ എന്ന് പറയുന്ന പാരമ്പര്യ അസുഖങ്ങളോ പകർച്ചവ്യാധികളോ അതുപോലുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് വെറും 1% ആണ്. ബാക്കിയുള്ള 90% കേസസ് ബൈ ഹ്യൂമൻ ഇന്ററാക്ഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ രാഹു കേതുക്കളുടെ മാറ്റം, അതായത് മനസ്സിന്റെ മാറ്റം ശരീരത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്നിപ്പോൾ മനസ്സിലായി. ബേസിക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ DNA എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലുള്ള നമ്മുടെ സ്വഭാവം അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ, അച്ഛൻ്റെയാണ് രാഹുവിൻ്റെ സ്വഭാവം വരുന്ന, അച്ഛൻ്റെ പിന്നെ ഹെറിഡിറ്ററിയിൽ നിന്നുള്ളതെല്ലാം രാഹുവിൻ്റെ നിന്ന് വരും. അമ്മ വഴിയുള്ള കുടുംബത്തിലെ പാരമ്പര്യങ്ങളെല്ലാം കേതു വഴി വരും. അപ്പം നമ്മുടെ ജാതകത്തിൽ രാഹു കേതു നിൽക്കുന്നത് ഏത് ഭാവത്തിലാണെന്ന് നോക്കിയാൽ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം മുഴുവൻ അറിയാൻ പറ്റും, അമ്മയുടെ കുടുംബത്തിൻ്റെ മുഴുവൻ പാരമ്പര്യം അറിയാൻ പറ്റും. ഇന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് കാരണം എന്താണെന്ന് തേടിപ്പോയാൽ ഈ സമയത്ത് ഈ രാഹു കേതുക്കൾ നമ്മൾ ഏത് കാലത്താണോ നോക്കുന്നത് അപ്പോൾ ഏത് രാശി നിൽക്കുന്നോ നമുക്കറിയാം. അമ്മയുടെ ഭാവത്തിലോ അച്ഛൻ്റെ ഭാവത്തിലോ പണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ പരിഹാരം ചെയ്യാൻ പോകണമെന്ന് മനസ്സിലാക്കേണ്ടത്. അത് അച്ഛൻ്റെ ഭാവത്തിലാണെങ്കിൽ അച്ഛൻ്റെ കുടുംബ ക്ഷേത്രങ്ങളിലോ കുടുംബ ദേവതകളെയോ നമ്മൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ പിതൃഭാവത്തിൽ അവർ എന്തെങ്കിലും ചെയ്യാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ആത്മാവ് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് മാനസികമായ ഒരു ഭാവമാണ്, അത് ചെയ്യുകയും തിരിച്ച് നമ്മൾ ഈ 7 ചക്രകളാണ്, ഇത് 7 ചക്രകളെയാണ് ഇത് ബാധിക്കുന്നത്. രാഹു കേതുക്കൾക്ക് അങ്ങനെ. അപ്പോൾ ഏതാത് ചക്രകളാണോ ഒഴുക്കാണ് ആ ചക്രകൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക യോഗാഭ്യാസം ചെയ്താൽ മാത്രമേ ശരിയാവൂ. ഇതൊന്നും ചെയ്യാതെ പരിഹാരങ്ങളും പൂജയ്ക്ക് പൈസ അയച്ചു കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. നമ്മൾ കൂടെ ഇതിൻ്റെ കൂടെ ഭാഗഭാഗായാൽ നമ്മുടെ ഈ കർമ്മദോഷത്തെ പരിഹരിക്കാം. ഇനി എല്ലാ കർമ്മദോഷങ്ങളെയും പരിഹരിച്ച് നമ്മുടെ പാവങ്ങളെല്ലാം തീരും എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ഈ 12 രാശികളും ചരം, സ്ഥിരം, ഉഭയം, അതായത് സ്റ്റേബിൾ, മൂവബിൾ, മാറി മാറി വരും. ഇങ്ങനെ 3 തരത്തിലുള്ള രാശികളാണ് നമ്മുടെ 12 രാശികളുള്ളത്. അതായത് അതിലെ ജ്യോതിഷ ഭാഷയിൽ ചരം, സ്ഥിരം, ഉഭയം എന്ന് പറയും. ചരം, സ്ഥിരം, ഉഭയം. ഇപ്പൊ മേടം, ഇടവം, മിഥുനമാണെങ്കിൽ ചരം, സ്ഥിരം, ഉഭയം. വീണ്ടും ചരം, സ്ഥിരം, ഉഭയം. കർക്കിടകം തൊട്ട് വീണ്ടും ചരം, പിന്നെ സിംഹരാശി സ്ഥിരം,
പിന്നെ കന്നിരാശി ഉഭയം. അപ്പൊ രാഹു കേതുക്കൾ ഇതിൽ ഏതിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം. ഇത് വളരെ മനസ്സിലാക്കി നമ്മളെല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. ഇനി ഇത് അസ്ട്രോളജി ഒരു വലിയ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. അറിയാവുന്ന പല പണ്ഡിതന്മാരുമുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടാത്ത പല ജ്യോതിഷികളുമുണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്കും പൂർണ്ണമായിട്ട് അറിയില്ല, എങ്കിലും അറിയാത്ത പലരും പല അബദ്ധങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് നമ്മളെ വഴി തെറ്റിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഇന്റൻഷനിലേക്ക് വരികയാണ്. ഈ ചരരാശിയിലാണ് രാഹു നിൽക്കുന്നു എങ്കിൽ അച്ഛൻ വഴിയുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്താൽ മാറും. സ്ഥിരരാശിയിലാണ് രാഹു നിൽക്കുന്നുവെങ്കിൽ അപ്പോഴുണ്ടാകുന്ന കർമ്മദോഷങ്ങളെ ഒരു പരിഹാരം കൊണ്ട് നമുക്ക് മാറ്റാൻ നോക്കില്ല, അത് അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ആത്മീയ വലിയ വലിയ നേതാക്കളൊക്കെ വലിയ വലിയ ആത്മീയ ഗുരുക്കന്മാർ പോലും കഷ്ടപ്പെടേണ്ടി വന്നത് അവർക്ക് ഈ സ്ഥിരരാശിയിൽ രാഹു വരും. അവരുടെ ജീവിതത്തിൽ അറിയാം, നാരായണ ഗുരുദേവൻ, യേശുക്രിസ്തു, അവരെല്ലാം നമുക്ക് ഓരോ ജാതകം പഠിക്കുമ്പോൾ അവരുടെ ഏത് ഭാഗത്തിൽ അസുഖം വന്നു തുടങ്ങി അതിന് എന്തെല്ലാം വേദന അനുഭവിച്ചു നമുക്കറിയാം. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഭക്തി വേദാന്തിയിലെ ഏറ്റവും വലിയ ആൾ. ജീവിതത്തിൽ ഒന്നും തന്നെ അത് ഒഴിച്ചില്ല. അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭാര്യയെ കൂടെ അമ്മ ആയിട്ട് സങ്കല്പിച്ച് പൂജിച്ച ആളാണ്. അദ്ദേഹത്തിന് വന്നത് എവിടെയാണ്? അദ്ദേഹം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ദേവി അമ്മ 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 നാരായണ അമ്മ നാരായണ. അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് തൊണ്ടയിലാണ്. അതായത് ഒരിക്കലും ഉറങ്ങാത്ത മുറിവ് വന്നിട്ട് വേദന കൊണ്ട് അങ്ങേയറ്റായപ്പോൾ ആ വേദനയും ദേവിയോട് പറഞ്ഞു, ഈ വേദന നീ എനിക്ക് തന്നതാണ്, ഞാൻ അത് സഹിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സഹിച്ചു. അപ്പൊ അത് അദ്ദേഹം എന്തുകൊണ്ട് സഹിച്ചു? സദാനാമം ജപിച്ചവരാണ്. നമ്മളൊക്കെ സദാ ദൈവനാമം ജപിച്ചാൽ പോലും ഈ സ്ഥിരരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ, അതായത് സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷം മാറ്റാൻ പറ്റുകയില്ല, അനുഭവിച്ചേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ സമാധാനപ്പെടാനുള്ള പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റും. ഇനി അത് ചരരാശിയിലാണ് നിൽക്കുന്നുവെങ്കിൽ അത് ജ്യോതിഷി നമുക്ക് നോക്കുമ്പോൾ അറിയാം, പലപ്പോഴും പ്രശ്നത്തിൽ അറിയാം, അല്ലെങ്കിൽ തന്നെ ജാതകം നോക്കുമ്പോൾ അറിയാം. ചരരാശിയിൽ നിൽക്കുന്നു, പിതൃഭാവത്തിലുള്ള ഭാവം കൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നം അനുഭവിക്കുന്നു, അത് എത്ര മാസം നിൽക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. മാക്സിമം 1.5 വർഷം നിൽക്കാം, ചിലപ്പോൾ 1.5 മാസം നിൽക്കാം, ചിലപ്പോൾ 45 ഡേയ്സിലൊക്കെ അത് മാറും. അതെങ്ങനെ? അത് ചരരാശിയിലാണ്. അത് നമുക്ക് പൂജകൾ കൊണ്ട്, പരിഹാരങ്ങൾ കൊണ്ട്, പിന്നെ മാനസികമായ സമർപ്പണം കൊണ്ട് തീർച്ചയായിട്ടും ചരരാശിയിൽ നിൽക്കുന്ന ഭാവങ്ങളെ മാറ്റാൻ പറ്റും. ഇനി ഉഭയരാശിയിലാണ് നിൽക്കുന്നത് എങ്കിലോ ഉഭയരാശി ചെയ്യുമ്പോഴും പണ്ട് ചെയ്ത കർമ്മത്തിന്റെ ഫലം വരും. അപ്പോൾ ഒരു കൊട്ടു കൊടുക്കണം, ഒരു ചെറിയ പ്രശ്നം കൊടുക്കും, ഒരു ചെറിയ അടി കൊടുക്കും, കുറച്ച് പ്രശ്നം വേണം. അപ്പോൾ നമ്മൾ പരിഹാരം മെഡിക്കലാണെങ്കിൽ മെഡിക്കൽ ചെയ്യും, ഭക്തി ചെയ്യും, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, കരയാത്ത മനുഷ്യന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോകും. ആ സമയത്ത് താൽക്കാലികമായ ഒരു ശാന്തി നമുക്ക് കിട്ടും. പക്ഷെ അവിടെയും പൂർണ്ണമായിട്ട് കിട്ടില്ല. എന്നാൽ പിന്നെയും വരും ആ സൈക്കിൾ. പിന്നെ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് വീണ്ടും വരാം. ചില അസുഖങ്ങളെല്ലാം പോയി, അല്ലെങ്കിൽ ചില കടങ്ങളൊക്കെ കയറി വലിയ ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ പരിഹാരം വരും, നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ വരുന്ന ചില ഉഭയരാശി നിൽക്കുന്ന രാഹു കേതുക്കളെ കൊണ്ട് നമുക്ക് അങ്ങനെ പരിഹാരം പറയാൻ പറ്റും, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പണമൊന്നും മുടക്കിയിട്ട് കാര്യമില്ല. അത് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മൾ സറണ്ടർ ചെയ്ത് ദൈവത്തിന്റെ പ്രാർത്ഥിച്ചു നോക്കുക. ഈ സ്ഥിരരാശിയിലുള്ള വ്യക്തോടെ മനസ്സിലാക്കണം, എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാലത്തും അത് മാറാൻ പ്രയാസമാണ്. അത് കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് ചെയ്യുന്ന ജന്മം, അതാണ് ഇനി വരാൻ പോകുന്നത് ആഗാമി. 3 തരത്തിലുള്ള കർമ്മമുണ്ട്: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. പ്രാരബ്ധ ജീവിതം നമ്മളിപ്പോൾ ജീവിക്കുകയാണ്. നമുക്കിപ്പോൾ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, ചില ചെറിയ പാപങ്ങൾ വരും. ആ പാപമൊക്കെ ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കും. ഇപ്പൊ നമ്മളൊരു ജഡ്ജിയാണ്, തൂക്കാൻ വിധിക്കുന്നു, അദ്ദേഹത്തിനൊരു പാപം വരത്തില്ല, പക്ഷെ അദ്ദേഹം അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊരു പൊതുവായ രാജനൈതികം എന്ന് പറയുന്ന ആ രാജനൈതികത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും ആ കർമ്മത്തിൽ ഒരു ജീവനെ കൊല്ലാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന ജഡ്ജിക്കും ഒരു ചെറിയ ഭാവദോഷം വരും. അപ്പൊ ഇത് ചെറുതായിട്ട് വരികയുള്ളൂ, വലുതായിട്ട്, കാരണം അയാളുടെ ഇന്റൻഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ച് കണ്ണീര് വരുത്തി ശാപമൊക്കെ ഏറ്റുവാങ്ങിയാൽ അവര് ദേഹോദരം ചെയ്യിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് DNA ആണ്, നമ്മുടെ DNA ഇത് രേഖപ്പെടുത്തും. ഇത് മാത്രമല്ല, ഇത് പ്രപഞ്ച ചൈതന്യത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചരരാശിയിലാണ് ചെയ്തെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമ്മളെ തൂക്കാൻ വിധിക്കുകയോ അതിൽ ശിക്ഷ കിട്ടുകയോ നമ്മൾ അതിനുള്ള പാഠം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ അത് ചിലപ്പോൾ പൂർവ്വജന്മത്തിന്റെ ഒരു ബാക്കി ആണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ മാറാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ രക്ഷപ്പെടും. പല കാര്യത്തിലും പല കൊലയാളികളും രക്ഷപ്പെടുന്നത് ഈ പൂർവ്വജന്മത്തിലെ സുഹൃത്തം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മുടെ പ്രാരബ്ധത്തിൽ ചെയ്യുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ക്ഷമിക്കപ്പെടും. ആ ക്ഷമിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? പണ്ട് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ്. നമ്മുടെ സുകുമാരക്കുറുപ്പിനെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? കുറ്റവാളിയാണെങ്കിലും അയാളുടെ പൂർവ്വജന്മത്തിൽ എന്തോ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അയാൾക്ക് കിട്ടുന്നില്ല.
ഇതുപോലെയാണ് നമ്മൾ പല ആളുകൾ ചോദിക്കുന്നതിൻ്റെ ഒരു വലിയ ഉത്തരവാണിത്. പാപം ചെയ്യുന്നവരും ദോഷം ചെയ്യുന്നവരും രക്ഷപ്പെട്ടു പോകുന്നു, മറ്റുള്ളവർ കഷ്ടപ്പെടുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കഷ്ടമാണ്. ഈ പ്രാർത്ഥിക്കാനാണ് നിങ്ങളുടെ വിധികാലത്ത്, അത് കഴിഞ്ഞ ജന്മത്തിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ 3 തരത്തിലാണ്. അതായത് നമ്മുടെ ഓരോ പ്രവൃത്തികളും സത്ത്, സദസത്ത്, അസത്ത് 3 പ്രവൃത്തിയുണ്ട് നമ്മളുടെ. സത് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു പേന എടുത്തു, ഈ പേന ഞാൻ ഈ സ്ഥലത്ത് വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞു, ബുദ്ധി അറിഞ്ഞു, ശരീരം അറിഞ്ഞു അവിടെ വെച്ചു. ഞാൻ ഈ പേനയ്ക്ക് വേണ്ടി ഇനി തപ്പേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ സദസത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരത്തിലൊരിക്കലും ഈ പേന എവിടെ വെച്ചു, പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ തപ്പും, എവിടെ വെച്ചു, എവിടെ വെച്ചു, ഇവിടെ വെച്ചു. ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. എവിടെ വെച്ചു നമ്മൾ സംഭവിച്ച് അവസാനം കണ്ടെത്തും. ഇനി അസത് ബുദ്ധിയാണെങ്കിലോ ഇതെടുത്ത് ദൂരെ വരും. ചിലർക്ക് ദേഷ്യം വന്നിട്ട് എല്ലാം എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അസത് ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോഴത് നശിച്ചു. പിന്നെ സദ്ബുദ്ധി വരുമ്പോൾ ആലോചിക്കും, അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാൻ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ നമ്മുടെ കർമ്മ, നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ, അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പ്രാരബ്ധ കർമ്മങ്ങളാണ് ഇതൊക്കെ. ഈ പ്രാരബ്ധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ചെറിയ ചെറിയ ശിക്ഷകളേ ഉള്ളൂ, ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ പണം, ഈ സാധനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് പോയി പൈസ നഷ്ടപ്പെട്ടില്ലേ, അതിൻ്റെ ഫലം അപ്പം തന്നെ കിട്ടുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ ഫലം അങ്ങനെയല്ല, അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി വരികയാണ്. ഇനി അടുത്ത ജന്മത്തിലെ ഫലവും ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ഈ സദ്ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കണം. അതായത് സദസത്ത് എന്ന് പറഞ്ഞാൽ പകുതി ബോധത്തോടെയും പകുതി ബോധത്തിലും. ഒരു ഉദാഹരണം പറയാം. ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ബ്രാഹ്മിൻസ് ഉണ്ട്. നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള പല ആളുകളും ഇന്ന് വെജ് ആയിട്ടുള്ള ആളുകൾ നോൺ വെജ് കഴിക്കുന്നു. എന്ത് കാരണം വെച്ചാൽ സദ്ബുദ്ധി പ്രവർത്തിച്ചെങ്കിൽ അവരുടെ പാരമ്പര്യം ചിന്തിക്കും, ഇത് കഴിച്ചുകൂടാത്തതെന്നറിയും. ഒരു ജീവനുള്ള ജീവിയെ കൊന്നിട്ടാണ് ഞാൻ ഭക്ഷിക്കുന്നതെന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവുള്ളത് കൊണ്ട് കഴിക്കില്ല. പക്ഷേ ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, നല്ല മണം, നല്ല രുചി, എല്ലാവരും നല്ലപോലെ തട്ടുന്നുണ്ടല്ലോ, നമ്മൾ വളരെ ടേസ്റ്റ് നോക്കിയാൽ എന്താ എന്ന് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അസത് ബുദ്ധി കൂടെ കയറും. അതാണ് സദസത്ത് എന്ന് പറയുന്നത്. കുറച്ച് നല്ലതെന്ന് കുറച്ച് ചെയ്ത് തൽക്കാലം നമുക്ക് രഹസ്യമായിട്ട് പോയി കഴിച്ചു പോകാം. കഴിച്ചപ്പോൾ ഭയങ്കര രുചിയായിട്ട് തോന്നി. അതൊക്കെ അസത് ബുദ്ധി കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ ടേസ്റ്റാണ് അവർ പറയുന്നത്, ആത്മാവിന്റെ ടേസ്റ്റ് അല്ല. വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സത്ത്, സദസ്, അസത്ത് എന്ന 3 ബുദ്ധികളിൽ സദ്ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മം സുഖമാണ്. ഇനി ജനിക്കുന്ന ജന്മക്കാരും ഇപ്പൊ നമ്മുടെ ജന്മത്തിൽ കഷ്ടമുണ്ടെങ്കിൽ പറയും, ഓ കഴിഞ്ഞ ജന്മത്തിൽ അയാൾ ചെയ്ത പാവം എല്ലാം അനുഭവിക്കാൻ നമ്മൾ വന്നു, അയാളെ കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ സദ്ബുദ്ധി ഉപയോഗിച്ച് ചെയ്താൽ അടുത്ത ജന്മക്കാരൻ പറയോ എന്റെ പുണ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആൾ നല്ല കാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സുഖം അനുഭവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഒരു നല്ലത് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ. അതാണ് പ്രകൃതി പറയുന്നത്. അത് ഈ DNA വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തലേത കഴിഞ്ഞ ജന്മത്തിൽ എന്ത്, നിങ്ങളുടെ അച്ഛന്റെ ഭാവം ഏതാണെന്ന്, രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള ഭാവം. ഈ രാഹു ചിലപ്പോൾ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കും. ഈ ജന്മത്തെ 7ാം ഭാവത്തിൽ ജനിക്കുമ്പോഴാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഭാര്യ വഴിയുള്ള പാവങ്ങളാണ് അവിടെ വരുന്നത്. ഭാര്യയെ ഉപദ്രവിച്ചതോ, അത് നമ്മുടെ അല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യയെ കൊന്നതോ, ഭാര്യയെ ഉപദ്രവിച്ചതോ, ഭാര്യയിലുണ്ടാക്കിയ കഷ്ടങ്ങളോ, അതാണ് ഇപ്പോൾ വന്നിട്ട് ഇയാളുടെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് അസുഖങ്ങൾ, ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഭാര്യ ആത്മഹത്യ ചെയ്യുക, ഭാര്യയുടെ പീഡ അനുഭവിക്കുക, എന്തെല്ലാം കഷ്ടമുണ്ടോ അതെല്ലാം ഭാര്യ വഴി വരും. അല്ലെങ്കിൽ സ്ത്രീകൾ വഴി വരും. വിവാഹഭാവമാണല്ലോ, സ്ത്രീ 7ാം ഭാവം കൊണ്ട് വരും. ഇനി കേതു, ഇതേ സമയത്ത് കേതുവിൻ്റെ കാര്യം പറഞ്ഞില്ല. കേതു ചിലപ്പോൾ 5ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ പ്രാർത്ഥന കൊണ്ട് ഉപാസന ചെയ്താലും ഈ പാവത്തിൽ നിന്ന് മോചനം ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഇത്ര വ്രതമെടുക്കൂ, ഇത്ര ഇന്ന പോലുള്ള ആചാരങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യൂ, ഇന്ന തരത്തിലുള്ള രത്നങ്ങളോട് വലിയ ഫലമാണ് ഇതിനകത്ത്. കാരണം നമ്മുടെ ചക്രകളെ ശുദ്ധീകരിക്കാൻ ഈ രത്നങ്ങളെ പോലെ വേറൊരു വസ്തു ഭൂമിയിലില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന് യോഗ, രണ്ടാമത് രത്നധാരണ. അത് നമ്മുടെ ചക്രകളെ ശുദ്ധീകരിക്കും. ബുദ്ധി നല്ലതാണ്. നേരത്തെ പറഞ്ഞ സത്ത്, സദസ്, അസത്ത്, അതിലെ ബുദ്ധിയെ ക്രമീകരിക്കും. ചില ആൾ വിചാരിക്കും രത്നം ധരിക്കുന്നതുകൊണ്ട് പണം ഉണ്ടാക്കാനാണെന്ന്. പണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സദ്ബുദ്ധി പ്രവർത്തിക്കുകയും യഥാർത്ഥ സമയത്ത് യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പണം വരുമായിരിക്കാം. നോർമൽ അങ്ങനെ ഏതാണല്ലോ ഒരു കർമ്മത്തിനുള്ള ഫലം അനുഭവിക്കുക. അപ്പോൾ ഇതെല്ലാം രീതിയിലാണ് രാഹു കേതുക്കളെ പരിഹാരം ചെയ്യേണ്ടത്. അല്ലാതെ രാശിയിൽ ഇപ്പോൾ 6ൽ രാഹു നിൽക്കുന്നു, രോഗഭാവം, നിങ്ങളുടെ അത് കുഴപ്പം ഈ കുഴപ്പം എന്നൊക്കെ രാഹു ഇത് ഗ്രഹമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രോഗം തരാനാണ് രാഹു വരുന്നത്. അതിൻ്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ അച്ഛൻ ചെയ്തിട്ടുള്ള പാപങ്ങളാണ്. ആ രോഗികളെ സഹായിച്ചിട്ടില്ല, രോഗികളെ കഷ്ടപ്പെടുത്തി അയാൾ രോഗിയാക്കിയവരുണ്ടാവും, മർദ്ദിച്ചിട്ട് രോഗിയാക്കിയവരുണ്ടാവാം, അല്ലെങ്കിൽ ആ കൈകാലം അടിച്ച് ഒടിച്ചിട്ടുണ്ടാവാം. അയാളുടെ ജീവിതത്തിൽ മനുഷ്യന് രോഗമാക്കാം. ഇപ്പം മരുന്ന് കച്ചവടം ചെയ്യുന്നില്ലേ, ഈ മരുന്ന് കമ്പനികളൊക്കെ ചെയ്യുന്ന നമ്മൾ രോഗം ഉണ്ടാക്കുകയാണ് ഇൻഡയറക്റ്റ്ലി. യഥാർത്ഥത്തിൽ അവരുടെ അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും അത് അനുഭവിക്കുകയാണ് ചെയ്യും. കാരണം മനുഷ്യന് ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ പ്രയോഗിച്ച് നമ്മളെ ഇപ്പോൾ അവർ കുറേ പണം ഉണ്ടാവും. അതാണ് സഞ്ചിതം. ഇപ്പോഴത്തെ നമ്മുടെ പ്രാരബ്ധ ജീവിതത്തിൽ കുറേ പണം ഉണ്ടാവും. പക്ഷെ അടുത്ത ജന്മത്തിൽ അവർ കഷ്ടതയാണ്. ഇത് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല. ഞാൻ എന്നാലും ഇന്ന് തൊട്ട് മേടൻ രാശിയിലെ
ഭരണിക്കാർക്ക് അശ്വതി ഭരണിക്കാർക്ക് ഈ രാശി മാറ്റം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൊണ്ട് ഓരോ രാശിക്കും പറയും. ഇപ്പോൾ എന്തായാലും എനിക്കൊരു അപേക്ഷയുള്ളത്, എല്ലാവരും കാണണം, കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം രാഹു കേതു ഇതാണ്, ഇങ്ങനെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. എനിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആളുകളുടെ, അതൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. ഇത്ര കാര്യം മനസ്സിലാക്കുക, രാഹുകേതുക്കൾ ഗ്രഹങ്ങളല്ല, പക്ഷെ നമ്മുടെ ഈ ഒരു വിധിചക്രം കറങ്ങുകയാണ്. ആ വിധിചക്രം നമ്മുടെ ഭാവത്തിൽ വന്ന് ഓരോന്ന് നല്ലതും രാഹുവൊക്കെ 11 വന്ന് വ്യാഴനോടൊക്കെ ചേർന്ന് നിന്നുണ്ടല്ലോ, ഇല്ലീഗലി ധനം കിട്ടും. ഭാഗ്യക്കുറി അടിക്കുന്നല്ലോ, നമ്മളിത് പറഞ്ഞു, ഭാഗ്യക്കുറി അടിക്കാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഭാഗ്യം, അതായത് നമ്മൾ അധ്വാനിക്കാതെ നിക്ഷേപ വസ്തുക്കളും ഒക്കെ ലഭിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു നിധികളെ കിട്ടിയ കാര്യങ്ങളൊക്കെ കുറിച്ച് വേറെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അറിയാതെ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് ചെന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ നിധിയുടെ മുകളിലായിരിക്കും ഇരിക്കുന്നത്, അവസാനമായിരിക്കും അത് കിട്ടുന്നത്, നമ്മുടെ മക്കളെ അനുഭവിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല നല്ല നല്ല കാര്യങ്ങൾ വളരെ രസകരമാണ്. ആസ്ട്രോളജി ബേസിക്കലി ഞാൻ അസ്ട്രോളജർ ആയിരുന്നില്ല 40 വർഷം മുമ്പ്, പക്ഷെ അസ്ട്രോളജി ആവാൻ കാരണം തന്നെ ഇത്തരം വളരെ രസകരമായ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് എൻ്റെ ഗുരു എനിക്ക് തന്ന ഉപദേശം. പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തന്ത്ര അസ്ട്രോളജിയാണ്. കുറെ കൂടി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന രീതിയിലാണ് അസ്ട്രോളജി. 7 ഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രകളാണെന്നും രാഹു കേതുക്കൾ നമ്മുടെ നാഡി മർമ്മസു രാഹു കേതു ഗുളിക നിത്യം സ്മരാമതി. എപ്പോഴും നാഡികളാണ് നമ്മളെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണക്ഷനും നമ്മളിന്ന് റിസീവ് ചെയ്യുകയും തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം DNA വഴി അല്ലെങ്കിൽ അടുത്ത DNAയിലേക്ക് പറഞ്ഞു കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇതെല്ലാം പോയി മുകളിൽ പ്രാണൻ അടുത്ത ജന്മത്തിലേക്ക് വരേണ്ട ആത്മാവിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത ജന്മം പാവപ്പെട്ട ഒരു ജന്മം ജനിക്കും, അതിലേക്ക് ചെന്ന് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതായാലും എല്ലാവർക്കും നമസ്കാരം.